നമ്മൾ ഇന്ന് ഇവിടെ SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം ഇവിടെ സംഘടിപ്പിക്കുന്നതിന്റെ സാഹചര്യത്തെ സംബന്ധിച്ച് ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഐതിഹാസികമായൊരു സമരം രാജ്യത്തിലെ വിദ്യാർത്ഥികൾ നയിക്കുകയുണ്ടായി. ആ സമരത്തിന് നേതൃത്വം നൽകിയ ഒരു വിദ്യാർത്ഥി സംഘടനയാണ് നമ്മൾ ഭാഗമായി നിൽക്കുന്ന SFI എന്ന് പറയുന്ന സംഘടനയെന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. ആ സമരത്തിൻ്റെ ഭാഗമായി ആ സമരം വിജയിക്കുകയും ആ സമരത്തിൽ SFI അതുപോലെ തന്നെ CJP, ASF തുടങ്ങിയ സംഘടനകൾ മുന്നോട്ട് വെച്ച ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു ആവശ്യം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി ആ സ്ഥാനത്ത് നിന്ന് മാറണം എന്നതായിരുന്നു SFI മുന്നോട്ട് വെച്ച ആവശ്യം. എന്നാൽ ആ സമരം വിജയിക്കുകയും അദ്ദേഹം ആ അധികാരത്തിന്റെ കസേരയിൽ നിന്ന് രാജ്യത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ അദ്ദേഹത്തെ പടിയടച്ച് പിണ്ടം വെക്കുന്ന കാഴ്ച നമ്മുടെ രാജ്യത്തിലെ വിദ്യാഭ്യാസ മേഖലയും ജനാധിപത്യ വിശ്വാസികളും ഏറ്റെടുത്ത കാഴ്ചയാണ് എന്ന് നമുക്കറിയാൻ വേണ്ടി സാധിക്കും. എന്നാൽ അതിന് തുടർച്ചയായി ഇന്നലെ വന്നിട്ടുള്ള ഒരു വാർത്ത നമ്മുടെ രാജ്യത്തിലെ വിദ്യാഭ്യാസ മേഖലയെ വീണ്ടും എത്രത്തോളം അപകടകരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊന്നുമല്ല, രാജ്യത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എഴുതുന്ന പ്രധാനപ്പെട്ട ഒരു പ്രവേശന പരീക്ഷയാണ് നെറ്റ് എന്ന് പറയുന്ന പരീക്ഷ. ആ നെറ്റിൻ്റെ ജൂണിൽ നടന്ന പരീക്ഷകൾ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഇവിടുത്തെ കേന്ദ്ര സർക്കാരും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന NTA റദ്ദ് ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് SFI ഇന്ന് കേരളത്തിലെ മുഴുവൻ ജില്ലാ കേന്ദ്രങ്ങളിലും രാജ്യവ്യാപകവുമായി SFIയുടെ സെൻട്രൽ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം നമ്മൾ ഈ മാർച്ച് സംഘടിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കാരണം രാജ്യത്തിലെ വിദ്യാഭ്യാസ മേഖല വലിയ രീതിയിൽ പരാജയമായിരുന്ന ഘട്ടത്തിലാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആയിട്ടുള്ള രാജ്യത്തിലെ മുഴുവൻ പരീക്ഷകളിലെയും പ്രധാന നടത്തിപ്പുകാരായിട്ടുള്ള NTA എന്ന് പറയുന്ന ഏജൻസിയെ രാജ്യം പിരിച്ചുവിടണം എന്ന ആവശ്യമാണ് ഈ സമരത്തിന്റെ ഭാഗമായിട്ട് നമ്മളിവിടെ ഉന്നയിക്കുന്നത്. നമ്മൾ അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആ ബന്ധപ്പെട്ട കാര്യത്തെ സംബന്ധിച്ച് ഉദ്ഘാടക കൂടിയായിട്ടുള്ള SFIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് അഖിൽ ഉൾപ്പെടെ സൂചിപ്പിക്കും. പക്ഷെ അത് പറഞ്ഞു വെക്കുമ്പോഴും നമ്മളിന്ന് ഈ സമരം ഇങ്ങോട്ട് സംഘടിപ്പിക്കുന്ന ഘട്ടത്തിൽ RSSന്റെ എച്ചിൽ നക്കുന്ന ചില പോലീസുകാർ കണ്ണൂർ സ്റ്റേഷൻ്റെ അകത്തുണ്ട് എന്ന് ബോധിപ്പിക്കുന്ന തരത്തിലേക്കാണ് ഇന്ന് ഇവിടുത്തെ ചില പോലീസ് സേവാമാർ ഈ സമരവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്. നമുക്ക് ഒരു പ്രയാസവുമില്ല. കണ്ണൂർ ജില്ലയിലെ SFIക്ക് നിങ്ങൾ എത്ര ആക്രമിച്ചാലും ഒരു പ്രയാസവുമില്ല. കാരണം ഇതിനേക്കാൾ പ്രയാസം നടന്ന സാഹചര്യത്തിലൂടെ കടന്നു വന്ന സംഘടനയാണ് ഈ കണ്ണൂർ ജില്ലയിലെ SFI എന്ന് ലാത്തി കൊണ്ട് അടിക്കുന്ന പോലീസും പെൺകുട്ടികളെ ബലമായി പിടിക്കുന്ന പോലീസും മുടിക്ക് കുത്തിരി പിടിക്കുന്ന പോലീസും ഒന്ന് തിരിച്ചറിഞ്ഞാൽ നല്ലതാണ് എന്ന് നമ്മൾ സൂചിപ്പിക്കുകയാണ്. ഒറ്റ കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ചില പോലീസുകാരുണ്ടല്ല, SFIയുടെ സമരത്തെ കാണുമ്പോൾ ഇവിടെ സമാധാനപരമായി പുറത്തവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തുടങ്ങിയ സമരത്തെ ആക്രമിക്കാൻ കാണിച്ച മനസ്സുള്ള പോലീസുകാരൊന്ന് തിരിച്ചറിയണം. നിന്റെ വീട്ടിലുമുണ്ട് സ്കൂളിൽ പഠിക്കുന്ന പ്രവേശന പരീക്ഷ എഴുതുന്ന രാജ്യത്തിലെ പ്രവേശന പരീക്ഷയുടെ ഭാഗമായി വേദന അനുഭവിക്കുന്ന മക്കൾ നിന്റെ വീട്ടിലും ഉണ്ടാകും എന്ന് നീ തിരിച്ചറിഞ്ഞോ എന്നും കൂടി സൂചിപ്പിക്കുകയാണ്. നമുക്കറിയാം ആരെല്ലാമാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ചില പോലീസുകാർ. നല്ല ബോധ്യമുണ്ട് ഇവിടുത്തെ പോലീസിനെ സംബന്ധിച്ച്. നമുക്കറിയാം, രാജ്യവ്യാപകമായ ഒരു സമരം സംഘടിപ്പിച്ചു. ഇവിടെ SFI അവകാശ പത്രികയുടെ ഭാഗമായി ഈ പോസ്റ്റ് ഓഫീസിലേക്ക് വന്നു. കശ്യപ് എന്ന് പറയുന്ന SN കോളേജിലെ വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഏത് പോലീസ്? VD സതീശന്റെ പോലീസ്. വീട്ടിൽ കയറി അച്ഛന്റെയും അമ്മയുടെയും മുന്നിലിട്ട് പിടിക്കുന്ന പോലീസിന്റെ കാഴ്ച നമ്മൾ കണ്ണൂർ പോലീസിൽ കണ്ടു. ഏത് പോലീസ്? കേരളത്തിലെ വലതുപക്ഷ പോലീസ്. VD സതീശൻ എന്ന് പറയുന്ന VD സവർക്കറിനെ പോലെ രാഷ്ട്രീയത്തിൽ സംഘപരിവാരത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഭരിക്കുന്ന പോലീസ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. എന്താണ് ചെയ്തത്? വിദ്യാർത്ഥി സമരത്തിന്റെ ഭാഗമായി പങ്കെടുത്തതുകൊണ്ട് വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുന്ന ചിത്രം ഈ കണ്ണൂരിന്റെ പോലീസിൽ നിന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ട് നിങ്ങളിൽ നിന്നധികം ക്ഷമയൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം കൂടി ഞങ്ങൾ പറഞ്ഞവസാനിപ്പിക്കാം. ഇങ്ങനെ ആക്രമിക്കുകയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ തിരിച്ചടിക്കും. ഒരു തർക്കവും വേണ്ട. SFIക്കാരെ ഇങ്ങനെ ആക്രമിക്കുകയാണെങ്കിൽ കാച്ചിയൂടുന്ന വൈകുന്നേരങ്ങളിലല്ല, പരസ്യമായി പട്ടാപ്പകൽ തിരിച്ചടിക്കുന്ന ചിത്രം നിങ്ങൾ കാണും എന്ന് കൂടി സൗകര്യ. നിങ്ങൾക്ക് എന്നാ തൂക്കിക്കൊല്ലാൻ വേണ്ടി പറ്റുമോ?
ഞങ്ങളെ അങ്ങ് തൂക്കി കൊല്ലാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറ്റുമോ? അതുകൊണ്ട് മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്, ആക്രമിക്കാനാണ് പക്ഷമെങ്കിൽ തിരിച്ചക്രമിക്കുന്ന സാഹചര്യം തന്നെ ഉണ്ടാകും. അത് കഴുത്തിലെ അല്ലെങ്കിൽ ഷോൾഡറിലെ നക്ഷത്രത്തിന്റെ എണ്ണം നോക്കിക്കൊണ്ടായിരിക്കില്ല, തിരിച്ചെങ്ങനെയാണോ കിട്ടുന്നത് അതിന് പൈസ തീർത്ത് തിരിച്ചു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നുകൂടി പറയുകയാണ്. ഇത് കേവലമായി മാധ്യമങ്ങളുടെ മുന്നിൽ അങ്ങ് ഏതെങ്കിലും വൈകാരികതയുടെ പുറത്ത് പറയുന്നതാണ് എന്നും ധരിച്ചു വെക്കേണ്ടതില്ല. നല്ല ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത്. അടിച്ചാൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യും എന്ന് ഒരിക്കൽ കൂടി ഇവിടെ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. വിശദമായി കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുകയാണ്. SFIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പങ്കെടുക്കുന്നുണ്ട്. സഖാവിനെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് സഖാവ് ആദർശ്. ഏറ്റവും പ്രിയപ്പെട്ട